മൂന്നാം തവണയും ഉടുമ്പൻചോലയിൽ ജനവിധി തേടാൻ എം മണി. 2 ടേം വ്യവസ്ഥയിൽ എം മണിക്ക് ഇളവ് നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാൻ എം മണി മത്സരിക്കണം എന്നാണ് പാർട്ടി വിലയിരുത്തൽ. എം മണിക്ക് പകരം മറ്റു പേരുകൾ പരിഗണിച്ചിരുന്നുവെങ്കിലും വിജയസാധ്യത കൂടുതൽ മണിക്കെന്നാണ് കണക്കുകൂട്ടൽ. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, ഇടയ്ക്ക് എം മണി മത്സരിച്ചേക്കില്ലെന്നും മകളെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ വാർത്തകൾ കേട്ടിരുന്നതാണ്. ഇപ്പോൾ എം മണി തന്നെ മത്സരിക്കേണ്ടി വരുന്നു. അതായത് പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. അതിനെയൊക്കെ മറികടക്കാൻ പാർട്ടിയുടെ ബിംബങ്ങളെ വീണ്ടും പ്രതിഷ്ഠിക്കേണ്ടി വരുന്നു CPM-ന് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മക്കൾക്ക് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നാട്ടുഭാഷാ പ്രയോഗങ്ങളിലൂടെ വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് പോയ ഒരു MLA ആണ് എം മണി. എം മണിയെ തന്നെ വീണ്ടും ഉടുമ്പൻചോലയിൽ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എന്തായാലും CPM-ന്റെ ജില്ലാ നേതൃത്വം എത്തിയിട്ടുള്ളത്. അതായത് ടേം വ്യവസ്ഥയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഇളവ് ഉള്ള സാഹചര്യത്തിൽ എം മണിയെ തന്നെ ഉടുമ്പൻചോലയിൽ മത്സരിപ്പിക്കണം, അതായത് ഇടുക്കിയുടെ മുഖമായി മുൻനിർത്തി മത്സരിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ നേതൃത്വം എത്തുന്നു. ഈ കാര്യം സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടുമ്പൻചോലയെ സംബന്ധിച്ച് ഉടുമ്പൻചോലയിൽ എം മണി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവികുളം, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങളിൽ LDF-ന് ഗുണകരമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചടി മറികടക്കാൻ എം മണി മത്സരിക്കണമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5-5 ആയിരുന്നു UDF-ഉം അതുപോലെ തന്നെ LDF-ഉം പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നതെങ്കിൽ, ക്ഷമിക്കണം, ഇത്തവണ 5-5 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം സമാസമമാണ് ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിൽക്കുന്നത്. അതിന് മുമ്പത്തെ തവണ 8 പഞ്ചായത്തുകളിൽ CPM-ന് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ അവിടെ ആ ഒരു CPM-ന്റെയും അതുപോലെ തന്നെ LDF-ന്റെയും സ്വീകാര്യത കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥി എത്തിയാൽ അവിടെ പരാജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ CPM-ന്റെ കണക്ക് കൂട്ടൽ. ആ ഒരു സാഹചര്യത്തിൽ കൂടി മുൻനിർത്തിയാണ് എം മണിയെ വീണ്ടും, അതായത് മൂന്നാം തവണയും നിർത്തണം എന്നൊരു ആവശ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ എം മണിയുടെ അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിരുന്നു. പ്രധാനമായും ജോയ്സ് ജോർജിന്റെ പേരാണ് ഉയർന്നു കേട്ടിരുന്നത്. ജോയ്സ് ജോർജിനെ മാത്രമായിരുന്നു പരിഗണനയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ജോയ്സ് ജോർജ് കഴിഞ്ഞ തവണ മത്സരിച്ച്, അതായത് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് പോയൊരു സാഹചര്യമുണ്ട്. നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഉടുമ്പൻചോല മണ്ഡലത്തിലും സമാനമായ ഒരു പരാജയം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും പാർട്ടികളിൽ ഉണ്ടായിട്ടുണ്ട്. ഉടുമ്പൻചോലയിൽ എം മണി വീണ്ടും മത്സരിച്ചേക്കും, വേറെ രക്ഷയില്ല CPM-ന് എന്ന് വേണം മനസ്സിലാക്കാൻ. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.